ഹായ് പാർട്ട്നേഴ്സ്, നൗഷാദ് അക്കുറേറ്റ്. സൗദി വിത്ത്ഹോൾഡിംഗ് ടാക്സ് നിയമം മനസ്സിലാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെസിഡൻറ്റ് അഥവാ താമസക്കാരൻ എന്ന വാക്ക്. സൗദി നിയമപ്രകാരം ഒരു വ്യക്തിയെ എപ്പോഴാണ് റെസിഡൻ്റായി കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഒരു വ്യക്തിയെ റെസിഡൻ്റായി കണക്കാക്കുന്നതിന് നിയമപ്രകാരം 2 വ്യവസ്ഥകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചാലും മതി. ഒന്നാമത്തെ വ്യവസ്ഥ, നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു പെർമനൻ്റായി വാസസ്ഥലം, അതായത് പ്ലേസ് ഓഫ് റെസിഡൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒപ്പം നിങ്ങൾ ആ സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 30 ദിവസമെങ്കിലും സൗദിയിൽ താമസിച്ചിരിക്കണം. അഥവാ നിങ്ങൾക്ക് രാജ്യത്ത് സ്വന്തമായോ ദീർഘകാല വാടകക്കോ ഒരു വീടോ അപ്പാർട്ട്മെൻറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വർഷം പല തവണയായി വന്നും പോയും മൊത്തം 30 ദിവസം പൂർത്തിയാക്കിയാൽ പോലും നിങ്ങളെ റെസിഡൻ്റായി കണക്കാക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് സൗദിയിൽ സ്ഥിരം വാസസ്ഥലം ഇല്ലെങ്കിലും നിങ്ങൾ ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തം 183 ദിവസമോ അതിൽ കൂടുതലോ സൗദി അറേബ്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളെ റെസിഡൻ്റായി കണക്കാക്കും. ഇത് ഏകദേശം 6 മാസത്തോളം വരും. അതായത് ഒന്നുകിൽ സ്ഥിരം വീടും 30 ദിവസത്തെ താമസവും, അല്ലെങ്കിൽ 183 ദിവസത്തെ താമസം. ഈ രണ്ടിലൊരു വ്യവസ്ഥ പാലിച്ചാൽ ആ വ്യക്തി നികുതി നിയമപ്രകാരം, അത് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ആകാം, ഇൻകം ടാക്സ് ആകാം, മറ്റേതെങ്കിലും ടാക്സ് ആകാം, ആ വ്യക്തി റെസിഡൻ്റായി കണക്കാക്കപ്പെടും. വ്യക്തികളെ എങ്ങനെയാണ് റെസിഡൻ്റായി കണക്കാക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി എന്ന് കരുതുന്നു. എന്നാൽ കമ്പനികളുടെ കാര്യമോ? ഇത് തികച്ചും വ്യത്യസ്തമാണ്. ആ വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹോപ്പ് ടു സീ അഗെയിൻ. താങ്ക് യു.